ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1994 ഒരു സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സ്റ്റാർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 1000 വർഷങ്ങളായിട്ട് മണ്ണിനുള്ളിൽ കിടന്ന ഒരു വലിയ വളയം അവിടെയുള്ള ആളുകൾ കണ്ടുപിടിക്കാണ്. അങ്ങനെ അതിനെപ്പറ്റി കൂടുതലായിട്ടും പഠിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അതൊരു പോർട്ടലാണ്. ഈ ഒരു പോർട്ടൽ വഴി അവർക്ക് എവിടെയാണ് പോകാൻ കഴിയുന്നത്, ആ പോർട്ടൽ വഴി ചെന്ന സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന, അത് നമ്മളെല്ലാവരെയും വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു മൂവി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ 8000 BC ഒരു നോർത്തേൺ ആഫ്രിക്കൻ മരുഭൂമിയാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെയുള്ളവരെല്ലാം രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്ത് നിന്ന് എന്തോ ഒരു വെളിച്ചം ഇങ്ങനെ അടിക്കുകയാണ്. ഇത് കാണുന്നതും ആ ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യരല്ലേ, അവർക്ക് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും നല്ലതുപോലെ പേടിച്ചോടാൻ തുടങ്ങും. അതേസമയം ആ ഒരു കൂട്ടത്തിൽ ഒരു പയ്യൻ മാത്രം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ആകാംക്ഷയോടെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. അതേസമയം തന്നെ അതിൽ നിന്ന് വരുന്ന ആ ഒരു വെളിച്ചമുണ്ടല്ലോ, അത് പെട്ടെന്ന് ആ ഒരു പയ്യന്റെ ദേഹത്തേക്ക് തട്ടുന്നതും ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ 1928 ഈജിപ്റ്റ് ആണ് കാണിക്കുന്നത്. കാണിക്കുമ്പോഴത്തേക്ക് ഈജിപ്തിലെ വലിയ പിരമിഡുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഈജിപ്തിന് ചുറ്റുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആ ഒരു പിരമിഡിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കാൻ കാരണം എന്താണെന്നറിയോ, അവിടെ ഒരു വ്യവസായിക ഗവേഷണം നടക്കുന്നുണ്ട്. അതേസമയം അവിടേക്ക് ഒരു പ്രൊഫസർ തന്റെ കാറിൽ വരുന്നു. അയാളോടൊപ്പം തന്നെ അയാളുടെ മകളുണ്ട്, അവളുടെ പേര് കാത്രീൻ. അങ്ങനെ പ്രൊഫസർ ആയാലും കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്ന അതേസമയം തന്നെ അവിടേക്ക് കാത്രീൻ വന്ന് നോക്കുമ്പോൾ, അങ്ങനെ കാത്രീൻ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ചെയിൻ ഉള്ളത്. അതിന്റെ ഡോളറിലാണെങ്കിൽ ഒരു ഐ സിമ്പിൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കുന്ന അതേസമയം അടുത്തായിട്ട് ഒരു വലിയ കല്ല് ഇവർ കണ്ടുപിടിക്കുകയാണ്. അതിലാണെങ്കിൽ ഒരുപാട് സിമ്പലുകളുണ്ട്. അങ്ങനെ അതിൽ ഇവർ നോക്കുന്ന അതേസമയം പെട്ടെന്ന് കുറച്ച് ദൂരെയുള്ളവർ ഹേയ് എല്ലാവരും ഇവിടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചു വരുത്തുന്നതും ഇവരാണെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അത്രയും വലിപ്പമുള്ള ഒരു വലിയ വളയമാണത്. അതാണെങ്കിൽ ഇവർ കയറെല്ലാം കെട്ടിയിട്ട് വലിച്ചിങ്ങനെ നിർത്തിയേക്കാണ്. ഇവരെല്ലാവരും ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു വളയത്തിനടിയിലായിട്ട് വേറെ എന്തോ ഒരു കാര്യമുണ്ട്. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ആ ഒരു മണ്ണ് മാറ്റി നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിവർഗമാണിത്. ഇതുവരെ ഇതുപോലുള്ള ജീവിയെ ഈ ഒരു ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു വലിയ വളയം എന്താണ്, എന്തിനാണ് ആ ഒരു ജീവിയെ ആ ഒരു മണ്ണിനടിയിലായിട്ട് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നൊന്നും ഇതുവരെയും ആർക്കും അറിയത്തില്ല. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ലേഡി അങ്ങനെ നടന്നു വരികയാണ്. അതുമല്ല സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ കണ്ടല്ലോ, കാത്രീൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ചെയിൻ കിട്ടിയത്, അത് ഇവർ കഴുത്തിലിട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുട്ടിക്കാലത്ത് കാണിച്ച കാത്രീൻ തന്നെയാണ് ഈ ഒരു വയസ്സായിട്ടുള്ള ലേഡി എന്ന്. അങ്ങനെ കാത്രീൻ എന്ന് പറഞ്ഞ ഒരു ലേഡി ഇപ്പോൾ കാണാൻ പോകുന്നത് ജാക്സൺ എന്ന് പറഞ്ഞ ഒരുത്തനെയാണ്. അപ്പൊ ഇവന്റെ ജോലി എന്താണെന്ന് വെച്ചാല് ഈ പഴയ കാലത്തെ സിമ്പിളുകളൊക്കെ ഉണ്ടല്ലോ, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമല്ലോ, ആ ഒരാളാണ്. ഇപ്പൊ അവൻ കണ്ടുപിടിച്ച ഒരുപാട് സിമ്പിൾസിനെ പറ്റി അവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നവർ കേട്ടിട്ട് അവർക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതെല്ലാം അറിഞ്ഞിട്ട് ഇപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇത് കാരണം നമ്മുടെ ജാക്സനും നല്ല വിഷമായിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഒരു കാര്യം കാത്രീൻ കണ്ടിട്ട് ജാക്സനെ വിളിച്ച് അടുത്തേക്ക് എടുത്തിട്ടാണ് ജാക്സനോട് പറയുന്നത്, അല്ല നിനക്കൊരു ജോലിയുണ്ട്, അതെന്നോടൊപ്പം ചേർന്ന് ചെയ്യാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജാക്സൺ ഇപ്പോൾ വേറെ ആലോചിക്കാനൊന്നുമില്ല. കാരണം അവന് താമസിക്കാനായിട്ട് വീടില്ല, അത്യാവശ്യത്തിന് വേണ്ടിയുള്ള പണമില്ല. എന്തായാലും ഈ ഒരു ജോലി ചെയ്യാന്ന് പറഞ്ഞ് അവൻ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ജാക്സനെയും കൊണ്ട് കാത്രീൻ പോകുന്നത് റിസർച്ച് എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും 1928 ഒരു വലിയ കല്ല് കണ്ടുപിടിച്ചിരുന്നല്ലോ, അതിലാണെങ്കിൽ ഒരുപാട് സിമ്പിൾസ് എല്ലാം എഴുതിയിരുന്നു. ആ ഒരു സിമ്പിൾസ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജാക്സനെ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ജാക്സൺ വന്ന് നോക്കുമ്പോഴത്തേക്കും ആൾറെഡി അതിനകത്തുള്ള ഒരുപാട് സിമ്പിൾസുകളും ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റാണ്. ജാക്സൺ ആണെങ്കിലോ ഇതാരാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഇങ്ങനെ ശരിയാക്കി എഴുതാണ്. അങ്ങനെ എഴുതി വരുമ്പോഴത്തേക്കാണ് സ്റ്റാർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അവൻ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റാർ ഗേറ്റ് എന്താണെന്ന് അവിടെയുള്ള ആർക്കും അറിയത്തില്ല. അപ്പോൾ ജാക്സൺ ചോദിക്കും, അല്ല ഈ ഒരു 5000 വർഷം പഴക്കമുള്ള ഈ ഒരു കല്ല് വെച്ചിട്ട് നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരാള് 5000 അല്ല 10000 വർഷം പഴക്കമുള്ള കല്ലാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നത് ആരാണെന്ന് വെച്ചാല് നമ്മുടെ ഈ മൂവിലെ ഹീറോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ ഒരു കേണലാണ്, അവന്റെ പേര് ഓണിൽ. അതുമല്ലാതെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവന്റെ മുഖത്ത് ചെറിയൊരു വിഷമം എപ്പോഴും ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവൻ്റെ ഒരു കേണലല്ലേ. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഒരു മകനുമുണ്ട്. അവനാണെങ്കിൽ കുട്ടിക്കാലത്ത് ഹീറോയുടെ തോക്കെടുത്ത് കളിക്കുന്നതിനിടയിൽ ആക്സിഡന്റ് ആയിട്ട് ഫയറായി ആ ഒരു പയ്യൻ മരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഹീറോ എപ്പോഴും ഇങ്ങനെയാണ്. അതേസമയം കാണിക്കുമ്പോഴത്തേക്കും ജാക്സൺ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പോഴും ജാക്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവരെ കണ്ടുപിടിച്ച ആ ഒരു വലിയ കല്ലില്ലേ, അതിൽ ഒരുപാട് സിമ്പലുകളുണ്ട്. അതിലൊരു സിമ്പലിന്റെ അർത്ഥം എന്താണെന്ന് മാത്രം ജാക്സന് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല.
അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ന്യൂസ് പേപ്പറിൽ ഈ നക്ഷത്രങ്ങളുടെ ഫോട്ടോയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണുന്നത് ജാക്സന് എന്തോ ഒരു ഐഡിയ വന്നിട്ട് പെട്ടെന്ന് ആ ഒരു പേപ്പറിൽ എന്തൊക്കെയോ കുത്തി വരച്ച് അത് ആ ഒരു സിമ്പിളിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് 2 വർഷമായിട്ട് ഇവിടെയുള്ള റിസർച്ചേഴ്സ് ഉണ്ടല്ലോ അവർ കണ്ടുപിടിക്കാൻ പോലും ശ്രമിച്ചിട്ട് നടക്കാത്ത ആ ഒരു കാര്യം ഈ 2 ആഴ്ച കൊണ്ട് നമ്മുടെ ജാക്സൺ കണ്ടുപിടിച്ചു. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാക്സൺ ഇപ്പോ ആ ഒരു നക്ഷത്ര രൂപത്തിലുള്ള ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അത് പുതിയൊരു ഡ്രോയിങ് ആയിട്ട് അങ്ങനെ മാറ്റുകയാണ്. അപ്പൊ അവിടെയുള്ള എല്ലാവരും ഇത് കണ്ടിട്ട് പറയും, ഈ ഒരു സിമ്പിൾ ആ ഒരു ഡിവൈസിലല്ലോ, പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെന്ത് ഡിവൈസ് എന്നും പറഞ്ഞിട്ട് ജാക്സൺ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് വേറെ വഴിയില്ലാതെ അവർ ആ ഒരു ഡിവൈസ് നമ്മുടെ ജാക്സന് കാണിച്ചു കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു വലിയ വളയ അവർ കണ്ടുപിടിച്ചിരുന്നല്ലോ, ആ ഒരു വളയാണത്. അതിൽ 6 സിമ്പിൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു 7ാമത്തെ സിമ്പിൾ ഉണ്ട്, അത് മാത്രം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു സിമ്പിളാണ് നമ്മുടെ ജാക്സനും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അവരെ ജോലി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങാണ്. എല്ലാ സിമ്പിൾസും കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് അവസാനത്തെ ആ ഒരു 7ാമത്തെ സിമ്പിൾ ഉണ്ടല്ലോ ഇപ്പൊ കണ്ടുപിടിച്ചത് അതിങ്ങനെ സെറ്റ് ചെയ്യാണ്ട് പോകുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു സ്ഥലം മൊത്തത്തിൽ നല്ലതുപോലെ ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങും. എന്തൊക്കെ സംഭവിച്ചാലും ഇത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ആ ഒരു സിമ്പിൾ സെറ്റ് ചെയ്യുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു വളയത്തിൽ ഒരു പോർട്ടൽ അങ്ങനെ ഓപ്പൺ ആവുന്നു. അങ്ങനെ മനുഷ്യൻ എന്തായാലും ഇതിനകത്തേക്ക് കയറാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു റോബോട്ടിനെ അതിനകത്തേക്ക് പറഞ്ഞുവിടും. അങ്ങനെ ആ ഒരു റോബോട്ട് ഒരു കുഴപ്പമില്ലാതെ അതിനകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ പോയ റോബോട്ട് തിരിച്ചു വരുന്നില്ല. ഷെടാ ഇതെവിടെ പോയിന്ന് ആലോചിച്ചിട്ട് എല്ലാവരും അതിന്റെ സിഗ്നൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ ആ ഒരു റോബോട്ട് ഇപ്പോൾ ഉള്ളത് ഈ യൂണിവേഴ്സിന്റെ മറ്റൊരു ഭാഗത്ത് കാലിയം എന്ന് പറഞ്ഞൊരു ഗാലക്സി ഉണ്ട്. ആ ഒരു ഗാലക്സിയിലാണ് ഈ ഒരു റോബോട്ട് ഉള്ളതുപോലെ ഇപ്പൊ കാണിക്കുന്നത്. അതുമല്ല ആ ഒരു ലോകമാണെങ്കിൽ നമ്മുടെ ഭൂമിയെ തന്നെ അച്ചടിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ, കാറ്റ്, ഓക്സിജൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഭൂമിയിലുള്ളതുപോലെ തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു വീഡിയോ സിഗ്നല് അതിങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവരുടെ അടുത്ത് ഈ ഒരു സ്റ്റാർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു വളയുണ്ടല്ലോ, അതിലാണെങ്കിൽ 7 സിമ്പിൾ ഉണ്ട്. അതേപോലെ തന്നെ മറുവശത്തും വലിയൊരു ഗേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിൽ 7 സിമ്പിളുകളും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ആ ഒരു സിമ്പിളുകളെല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവർ പറയും ഇവിടെ നിന്ന് ആരെങ്കിലും ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് പാടായിരിക്കും. കാരണം അവിടെയുള്ള 7 സിമ്പിളും കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പതിയെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് അവർ കേണലിങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ജാക്സൺ പെട്ടെന്ന് പറയും, ഏയ് അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിങ്ങളോടൊപ്പം വരാം, ഞാൻ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഇപ്പോൾ എല്ലാവരും ആ ഒരു പോർട്ടൽ വഴി ഉള്ളിലേക്ക് പോകാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. പക്ഷെ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഒരു റോബോട്ടിനെ വിട്ട് മാത്രമേ ഇവർ ഇതുവരെയും പരിശോധിച്ചിട്ടുള്ളൂ. അതേസമയം നമ്മുടെ കാത്രീൻ ആണെങ്കിൽ ജാക്സന്റെ കയ്യിൽ അവരുടെ കയ്യിലുള്ള ആ ഒരു ചെയിൻ ഉണ്ടല്ലോ അതെടുത്ത് കൊടുത്തിട്ടാണ് പറയുന്നത്, ഈ ഒരു ചെയിൻ എന്റെ കയ്യിൽ കിട്ടിയ അന്ന് മുതൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പോയിട്ട് വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെ നടക്കട്ടെ. അങ്ങനെ അതും വെച്ചുകൊണ്ട് നമ്മുടെ ജാക്സനും അതേപോലെ തന്നെ ആ കേണലും ഒരുപാട് ആളുകളും ചേർന്നിട്ട് ഇതിനകത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും നല്ല പേടിയുണ്ട് ഉള്ളിലേക്ക് കയറാനായിട്ട്. അതിൽ നമ്മുടെ ജാക്സൺ മാത്രമാണ് വളരെ ആകാംക്ഷയോടെ അതിനുള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ എല്ലാവരും അതിനുള്ളിലേക്ക് കാലെടുത്ത് വെക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ അതും പ്രകാശ വേഗതയിൽ അങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ മറ്റൊരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നല്ല ഇരുട്ടാണ്. ഇതൊരു വലിയ ബിൽഡിങ്ങിനുള്ളിൽ നിൽക്കുന്നത് പോലെ. അങ്ങനെ ആ ഒരു ബിൽഡിംഗ് വിട്ടിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് അതൊരു വലിയ മരുഭൂമിയായിരുന്നു. അപ്പൊ ഇവർ ഇറങ്ങി വന്ന ആ ഒരു ബിൽഡിങ് അത് വേറെ ഒന്നല്ല, ഇവരുടെ ലോകത്തുള്ള ആ ഒരു വലിയ പിരമിഡ് ഉണ്ടല്ലോ അതേപോലുള്ള ഒരു പിരമിഡാണത്. അങ്ങനെ വെളിയിലേക്ക് വന്നതെന്ന് കേണൽ പെട്ടെന്ന് ജാക്സനോട് പറയും, ഹേയ് ജാക്സൺ, എന്തായാലും നിന്റെ ജോലി നീ ചെയ്യാൻ തുടങ്ങ്, ആ ഒരു സ്റ്റാർ ഗേറ്റ് എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ജാക്സൺ പറയും, ഇല്ലല്ല ഇപ്പൊ എന്തായാലും എന്നെ കൊണ്ട് കഴിയത്തില്ല, നമ്മൾ ഇപ്പോഴല്ലേ ഇവിടേക്ക് വന്നത്, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് പതിയെ മാത്രമേ എനിക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുമല്ലാതെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു 7 സിമ്പലുകളുള്ള വലിയ കല്ലാണ്. അത് വെച്ചിട്ട് മാത്രമേ ആ ഒരു സ്റ്റാർ ഗേറ്റിൽ ഈ സിമ്പലുകളെല്ലാം വെച്ച് നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നതും അവിടെയുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ പേടിയായി. കാരണം വേറെ ഒന്നല്ല, ഇവൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്ക് കേട്ടിട്ടാണ് എല്ലാവരും ഇതിനകത്തേക്ക് വന്നത്. ഇപ്പോൾ പെട്ടെന്ന് അത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ദുഷ്ട, നിന്റെ വാക്കും കേട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയത് എന്നുള്ള രീതിയിലായിപ്പോയി. അതേസമയം നമ്മുടെ കേണലിനെ കാണിക്കുമ്പോൾ കേണൽ മറ്റാരും കാണാതെ ഈ ഒരു പിരമിഡിനകത്തേക്ക് കയറിയിട്ട് അതിനകത്തൊരു ബോംബ് കൊണ്ടുവയ്ക്കാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ഇപ്പോഴും അറിയത്തില്ല. നമ്മുടെ ജാക്സൺ ആണെങ്കിലോ വെളിയിലിരുന്നിട്ട് എല്ലാവരും അവനെ നോക്കി ഇവൻ എപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത് ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഒരു കാൽപ്പാട് ഇങ്ങനെ കാണുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അതിന്റെ പുറകെ ഫോളോ ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു കുതിരയില്ലേ, അതേപോലെയുള്ള മറ്റൊരു മൃഗം. അങ്ങനെ ജാക്സൺ ആയാലും പതി അതിനടുത്തേക്ക് നടന്നു ചെന്ന് അതിനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാന്ന് പറഞ്ഞ് അതിനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതാണെങ്കിൽ ജാക്സന്റെ കയ്യിലുള്ള ആ ഒരു ചോക്ലേറ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കാണ്. ജാക്സൺ ആണെങ്കിലും പതിയെ ആ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് അതിന് കൊടുക്കാനായിട്ട് വരുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കേണലും വേറൊരുത്തിന് അടുത്തേക്ക് വരുന്നതും ഇത് കണ്ട ആ ഒരു മൃഗം പെട്ടെന്ന് പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഓടുന്ന സമയത്ത് അതിന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന ആ ഒരു കയറില് നമ്മുടെ ജാക്സന്റെ കാല് കുടുങ്ങിയിട്ട് അവനെ വലിച്ചെടുത്താണ് ആ ഒരു ജീവി ഇപ്പോൾ ഓടുന്നത്.
അത്രയേ ഉള്ളൂ. അതാണെങ്കിൽ നല്ല വേഗതയിൽ ഇങ്ങനെ ഓടാണ്, എവിടെ നിൽക്കുന്നില്ല, അതിനെ പിടിക്കാനും പോലും ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അത് ഓടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരുപാട് ദൂരം ഓടി ഒരിടത്തേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം അവർ കാണുന്നത്. അവിടെയും ഒരു വലിയ പിരമിഡ് പോലെ എന്തോ ഒന്നുണ്ട്, അത് പൊളിഞ്ഞു കിടക്കുന്നത് പോലെ. അതുമല്ലാതെ അവിടെയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ പിള്ളേരാണെങ്കിലും പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും ഇവരെ വളരെ അത്ഭുതത്തോടെയാണ് ഇങ്ങനെ നോക്കുന്നത്. അങ്ങനെ ജാക്സൺ ആണെങ്കിലും പതിയെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവന്റെ കഴുത്തിൽ ആ ഒരു ഡോളർ ഉണ്ടല്ലോ, അതിങ്ങനെ കാണുന്നതും എല്ലാവരും പെട്ടെന്ന് ആനങ്ങാതെ മുട്ടുകുത്തിയിരുന്ന് ഒരു രാജാവിനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു വലിയ അധികാരിയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് മനസ്സിലാവുന്നില്ല അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇവരായാലും പതിയെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരെന്തോ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ, കാണിക്കുമ്പോഴത്തേക്ക് അതെന്തോ കല്ലുടച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെ ആ ഒരു കല്ല് ഇവർ വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഇവരുള്ളിലേക്ക് വന്ന ആ ഒരു സ്റ്റാർ ഗേറ്റ് അല്ലേ, അത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു കല്ല് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ആ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഇവർ സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ അവർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരാളെ കണ്ടാൽ എന്താ ചെയ്യുക, പെട്ടെന്ന് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുമല്ലോ. അതുപോലെ നമ്മുടെ കേണൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള ഒരു ചെറിയ പയ്യന്റെ കയ്യിലേക്ക് പിടിച്ച് അവനിങ്ങനെ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നതും അവനാണെങ്കിലും കലവില എന്നല്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്നും അകത്തേക്ക് ഇങ്ങനെ ഓടുകയാണ്. എന്നിട്ട് അകത്ത് നിന്നും ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അയാൾ ഇവിടുത്തെ അധികാരിയാണോ രാജാവാണോ ഒന്നും അറിയത്തില്ല. അയാളാണെങ്കിലും നേരെ ഇവിടേക്ക് വന്ന് ജാക്സന്റെ കഴുത്തിൽ ആ ഒരു ഡോളർ കണ്ടിട്ട് അതിന് മര്യാദ എന്നുള്ള രീതിയിൽ അങ്ങനെ ബഹുമാനിക്കുകയാണ്. എന്നിട്ട് അയാൾ നമ്മുടെ ജാക്സന് എന്തോ ഒന്ന് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. പകരത്തിന് ജാക്സൺ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ കയ്യിലുള്ള ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് അയാൾക്ക് ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാക്സനെ ടീമിനെയും ഇവിടെയുള്ള ആളുകളെല്ലാം മറ്റൊരിടത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയി കാണിക്കുമ്പോഴത്തേക്കും ഒരു വലിയ നഗരം തന്നെ അവിടെ ഉണ്ട്. അവിടെയാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ എല്ലാവരും ആ ഒരു നഗരത്തിനുള്ളിലേക്ക് കയറി നോക്കുമ്പോൾ നമ്മുടെ ജാക്സന്റെ കഴുത്തിൽ ഒരു സിമ്പൽ ഉണ്ടല്ലോ, അതേ ഒരു സിമ്പല് വലിയ രീതിയിൽ അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടേക്കുന്നു. അപ്പൊ ആ ഒരു സിമ്പലിന്റെ പേര് ഐ ഓഫ് റാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിന് മുന്നിലായിട്ട് തല കുമ്പിട്ടിരിക്കുകയാണ്. അപ്പൊ ഐ ഓഫ് റാ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിമ്പല് ഈ സൂര്യഭഗവാന്റെ എന്തോ ഒരു സിമ്പലായിട്ടാണ് ഇവർ കാണുന്നത്. അതേ ആ ഒരു സിമ്പൽ തന്നെയാണല്ലോ നമ്മുടെ ജാക്സന്റെ കഴുത്തിലുള്ളത്. അതുകൊണ്ട് ഇവർ വിശ്വസിക്കുന്നത് ദൈവമായിരിക്കും ഇവരെ പറഞ്ഞു വിട്ടിട്ടുള്ളതെന്ന്. സൂര്യൻ, ചന്ദ്രൻ, വെള്ളം, വായു ഇതിനെയൊക്കെയാണല്ലോ വലിയ ശക്തിയായിട്ട് വിശ്വസിച്ചിരുന്നത്. അതുപോലെ അങ്ങനെ എല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു നഗരത്തിലെ എന്തോ ഒരു വലിയ അപകടം വരുന്നത് പോലെ ഒരു അപായ ശബ്ദം അങ്ങനെ കേൾക്കുന്നതും എല്ലാവരും പലയിടങ്ങളിലേക്ക് ഓടാൻ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു മണൽക്കാറ്റുണ്ടല്ലോ, അത് വലിയ രീതിയിൽ വരാൻ പോവാണ്. അതുപോലെ നമ്മുടെ കേണലിന്റെ ആളുകളാണെങ്കിൽ കുറച്ചുപേര് ആ ഒരു പിരമിഡിനടുത്തായിട്ട് നിൽപ്പുണ്ട്. അവരാണെങ്കിലും ആ ഒരു കാറ്റിൽ പെടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ആ ഒരു പിരമിഡിനകത്തേക്ക് ഓടിക്കയറുന്നു. അതേസമയം ഈ ഒരു നഗരത്തിനുള്ളിൽ കാണിക്കുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഇവിടെയുള്ള ആ ഒരു വലിയ ഗേറ്റ് ഉണ്ടല്ലോ ഈ ഒരു നഗരത്തിന്റെ, അത് നല്ല രീതിയിൽ മൂടുന്നതും ഈ ഒരു മണൽക്കാറ്റ് വരാൻ പോകുന്നുള്ള കാര്യം നമ്മുടെ കേണൽ ടീമിന് അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് ഇവരെല്ലാം അടച്ചിടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കേണലായാലും പെട്ടെന്ന് കതവ് തുറക്കാൻ പറഞ്ഞിട്ട് ഇവരോട് വഴക്കിടുന്ന അതേ സമയം ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഈ ഒരു കേണലിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു കാറ്റ് വരുന്നത് ഇതിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കേണലിന് മനസ്സിലാവുന്നത് ഈ ഒരു കാറ്റ് വരുന്നത് കൊണ്ടാണെന്ന്. അതുകൊണ്ട് അത് പോകുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്ത് തന്നെ സേഫ് ആയിട്ടിരിക്കുമ്പോൾ ഇവർക്ക് കഴിക്കേണ്ട ആഹാരം എല്ലാം കൊണ്ടുകൊടുക്കാണ്. പഴങ്ങളുണ്ട്, അതേപോലെ തന്നെ എന്തോ ഒരു വലിയ പല്ലിയോ എന്തോ ഒരു മൃഗമാണ്, അതിനെല്ലാം വേവിച്ച് അവരുടെ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഇതൊക്കെ എങ്ങനെ കഴിക്കാനാണെന്ന് പോലും അറിയത്തില്ല. അതേസമയം നമ്മുടെ ജാക്സൺ ആണെങ്കിൽ ആ ഒരു സിമ്പൽ ഉണ്ടല്ലോ ഐ ഓഫ് റാ എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ആ ഒരു സിമ്പൽ മണലിൽ ഇങ്ങനെ വരയ്ക്കാണ്. അങ്ങനെ വരയ്ക്കുന്നത് ആ ഒരു രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ആ എഴുതിയിരിക്കുന്നത് മായിച്ചിട്ട് നമ്മുടെ ജാക്സൺ എവിടേക്കോ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ പറയാണ്. കാരണം ഈ ഒരു നഗരത്തിൽ എഴുതാൻ പാടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ജാക്സനെ കൊണ്ടുപോയവര് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് കാണിക്കുമ്പോഴത്തേക്കും ഒരുപാട് വയസ്സുള്ള സ്ത്രീകൾ അവിടെ ഉണ്ട്. അവരാണെങ്കിൽ നമ്മുടെ ജാക്സനെ നല്ലതുപോലെ ഇങ്ങനെ കുളിപ്പിക്കുകയാണ്. എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാക്സൺ പറയും, ഹേയ് എന്താ ഈ ചെയ്യുന്നത്, എല്ലാവരും ഒന്ന് പോയി തരുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പറഞ്ഞു വിടുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു പെൺകുട്ടി ഇങ്ങനെ വരികയാണ്. അതുമല്ല ആ ഒരു തുണിയെടുത്ത് മാറ്റുമ്പോഴത്തേക്കും അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്. എന്താണ് ശരി, ഒരു നഗരത്തിൽ അങ്ങനെ ഒരു ആചാരമുണ്ട്. ഈ ഒരു രാജാവ് അല്ലെങ്കിൽ അധികാരികളായിട്ടുള്ള വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ ഒരു പെൺകുട്ടികളെ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു പെണ്ണാണെങ്കിൽ അടുത്തേക്ക് വന്ന് അവളുടെ വസ്ത്രമെല്ലാം ഇങ്ങനെ അഴിക്കുന്ന സമയത്ത് ജാക്സൺ പറയും, ഹേയ് നിങ്ങൾ എന്തായി ചെയ്യുന്നേ, അതൊന്നും വേണ്ടാന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സെല്ലാം എടുത്തിടാൻ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. എന്നിട്ട് അവളോട് നോർമൽ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ അവൻ പറയുന്ന കാര്യം വല്ല അവൾക്ക് മനസ്സിലാവോ? ആ ഒരു പെണ്ണ് പറയുന്നത് നമ്മുടെ ജാക്സന് മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മുടെ ജാക്സൺ ആണെങ്കിൽ ആ ഒരു മണ്ണിൽ ഇങ്ങനെ വരയ്ക്കാണ്. എന്നിട്ട് ആ ഒരു പെണ്ണാണെങ്കിലും മണ്ണിൽ ഈ സിമ്പൽ വരയ്ക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ആദ്യം അവള് ചെറുതായിട്ടൊന്നും മടിക്കുമെങ്കിലും പിന്നീട് 1-2 സിമ്പലുകൾ അവന് വരച്ച് കാണിച്ചു കൊടുത്തിട്ട് കൂടുതൽ സിമ്പലുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജാക്സനെ മറ്റൊരിടത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പൊ ഈ ഒരു പെണ്ണിന് എന്തായാലും നമുക്കൊരു പേരിടണം. വേറെ ഒന്നുമല്ല, സാറാ തന്നെ വിളിക്കാം. സാറാന്ന് പേര് കൊടുക്കാൻ വേണ്ടി ഒരു ക്യാരക്ടറിനെ ഞാൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. എന്തായാലും കിട്ടി. അതേസമയം ഇവിടെ ആ ഒരു പിരമിഡ് ഉണ്ടല്ലോ, ഇവരുടെ കൂട്ടത്തിൽ വന്ന കുറച്ച് പേരെ കയറി രക്ഷപ്പെട്ട ആ ഒരു പിരമിഡ്, ആ ഒരു പിരമിഡിനടുത്ത് കാണിക്കുമ്പോൾ ആ ഒരു സ്ഥലം തന്നെ പെട്ടെന്ന് ഇപ്പോൾ കുലുങ്ങാൻ തുടങ്ങുന്നു. അതുപോലെ അത് സ്റ്റാർട്ടിങ് സീനിൽ കാണിച്ചതുപോലെ ഒരു വലിയ വെളിച്ചം അവിടേക്ക് വരുന്നു. അത് വേറെ ഒന്നുമല്ല, അതൊരു ഏലിയൻ ഷിപ്പാണ്. അതുമല്ലാതെ ആ ഒരു ഷിപ്പ് ഇപ്പോൾ അങ്ങനെ പറന്നു വന്ന്
ഈ ഒരു പിരമിഡിന്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു പിരമിഡ് കവർ ആവുന്നത് പോലെ അങ്ങനെ വന്നിരിക്കുന്നതും ഇതിനകത്തുള്ള എല്ലാവർക്കും എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാവരും പേടിച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് പെട്ടെന്ന് ഇതിനകത്തൂടെ എന്തോ പാസ് ചെയ്ത് പോകുന്നത് പോലെ അപ്പൊ എന്തോ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാവരും തോക്കെല്ലാം എടുത്തിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. പക്ഷെ ഇവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തോ ഒന്ന് വന്ന് ഇവർ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെയും അടിച്ചടിച്ച് താഴെ കിടുന്നു. അവർക്ക് എന്താണെന്ന് പോലും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് താഴെ വീണിട്ട് അതിലൊരുത്തൻ പെട്ടെന്ന് അതെന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ ആ ഒരു വലിയ ഗോളം കിട്ടിയടുത്ത് നിന്നും വേറൊരു ജീവിയെ അവിടെ കുഴിച്ചിട്ടിരുന്നല്ലോ. ആ ഒരു ജീവിയാണത്. അതുമല്ലാതെ അവിടെ ഒരു വലിയ ശവ കല്ലറയുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും അത് തുറന്നിട്ട് അതിനകത്ത് നിന്ന് എന്തോ ഒന്ന് വെളിയിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു സീൻ പെട്ടെന്ന് കട്ട് ചെയ്ത് അടുത്തത് നമ്മുടെ കേണലിനെ കാണിക്കുമ്പോൾ ഇവിടെ ആ ഒരു കാറ്റെല്ലാം അവസാനിച്ചതുകൊണ്ട് ഇവർ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ്. പക്ഷേ നമ്മുടെ ജാക്സനെ കാണാനില്ല. അവനാണെങ്കിൽ ഇപ്പോൾ സാറയോടൊപ്പമാണ് നിൽക്കുന്നത്. ഷെടാ ഇവൻ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഇനിയിപ്പോ ഇവിടെയുള്ള ആളുകളോട് ചോദിക്കാന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ ഇവരുടെ ഭാഷ അറിയത്തില്ല. ശരി, എന്തെങ്കിലും ആക്ഷൻ കാണിച്ചിട്ട് മനസ്സിലാക്കാന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കേണൽ എന്താണോ കാണിക്കുന്നത് ആ ഒരു ആക്ഷൻ ഇവർ തിരിച്ചു കാണിച്ചു കൊടുക്കുന്നു. കേണൽ എന്ത് ചെയ്താലും അതുപോലെ തന്നെ ഇവർ തിരിച്ചു കാണിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കേണൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജാക്സൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മാറുണ്ട്. ആ ഒരു കാര്യം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും അതിലൊരു പയ്യന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അങ്ങനെ ആ ഒരു പയ്യൻ പെട്ടെന്ന് ഞാൻ കാണിച്ചിരാന്നുള്ള രീതിയിൽ അവന്റെ പേര് സക്കാറ എന്നാണ്. അപ്പൊ ആ ഒരു പയ്യനായാലും ജാക്സന്റെ ഒരു തുണി എടുത്തിട്ട് അവിടെയുള്ള ആ ഒരു മൃഗത്തിനെ മണക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ആ ഒരു മൃഗമായാലും അത് മണം പിടിച്ചിട്ട് നമ്മുടെ ജാക്സനുള്ള ആ ഒരു ഭാഗം മണം പിടിച്ച് അങ്ങനെ ഓടിച്ചെന്ന് നിൽക്കുമ്പോൾ അവസാനം ഇവർ ജാക്സനെ കണ്ടുപിടിച്ചു. ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ജാക്സനോട് സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അവിടെയുള്ള ഓരോ സിംബലുകളെ പറ്റിയും നല്ലതുപോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതും ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ കാണിച്ച് അതൊരു കഥയായിട്ട് എന്താണ് അതിലൂടെ നമ്മുടെ ജാക്സന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ ഏലിയൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു ഏലിയൻസ് താമസിച്ചിരുന്ന ആ ഒരു പ്ലാനറ്റ് ആണെങ്കിൽ പതിയെ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ഏലിയൻസിന്റെ വംശം തന്നെ നശിക്കുമെന്നായപ്പോൾ അവസാനം അതിൽ മരിക്കാറുള്ള ഒരു ഏലിയൻ ഇനിയിപ്പോൾ ഇവരുടെ ജീവൻ നിലനിർത്തണം, അതുകൊണ്ട് വേറൊരു പ്ലാനറ്റ് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഗാലക്സി മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുമ്പോഴത്തേക്കാണ് മനുഷ്യരായിട്ട് നിറഞ്ഞ ഈ ഒരു പ്ലാനറ്റിനെ അവർ കണ്ടുപിടിക്കുന്നത്. അതുമല്ല അവർക്ക് ആ ഒരു സ്ഥലത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ശരീരം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പയ്യന്റെ മുന്നിലായിട്ട് ആ ഒരു ഷിപ്പ് വന്നത്. ആ പയ്യനെ എടുത്തോണ്ട് പോകാനായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ഏലിയന്റെ ടെക്നോളജി മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് ആ ഒരു പയ്യന്റെ ശരീരത്തിൽ ഈ ഒരു ഏലിയൻ ജീവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സ്റ്റാർ ഗേറ്റ് ആ ഒരു പോർട്ടൽ ഉണ്ടല്ലോ അത് നിർമ്മിച്ച് മറ്റ് ഗ്രഹങ്ങളിലുള്ള മനുഷ്യരെ എല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്ന് അവരെ വെച്ച് ജോലി ചെയ്യിപ്പിച്ച് ആ ഒരു കല്ല് തോണ്ടിയെടുക്കണം. കാരണം ആ ഒരു കല്ല് വെച്ചിട്ട് മാത്രമേ അവർക്ക് ആ ഒരു പോർട്ടൽ നിർമ്മിക്കാനായിട്ട് കഴിയത്തുള്ളായിരുന്നു. കാരണം അതിന് മാൻ പവർ ആവശ്യമാണ്. അതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളിലുള്ള ആളുകളെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഈ ഒരു ജോലിയെല്ലാം ചെയ്യിക്കുകയാണ്. അതുപോലെ അത് ഈ ഒരു സ്റ്റാർ ഗേറ്റ് മാത്രമല്ല, ആ ഒരു പിരമിഡിനുള്ളിൽ ഒരു ശവപ്പെട്ടി കണ്ടിരുന്നല്ലോ, അത് സത്യം പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. ആ ഒരു ഡിവൈസിൽ കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും മരണം ഉണ്ടാവത്തില്ല. അത് കാരണം ആ ഒരു ഏലിയൻ ആണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഇത് സഹിക്കാൻ കഴിയാതെ ഇവിടെയുള്ള ആ ഒരു ജനങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഏലിയനെയും അതേപോലെ തന്നെ ആ ഒരു സ്റ്റാർ ഗേറ്റ് ഉൾപ്പെടെ എല്ലാം മണ്ണിനടിയിലാക്കി കുഴിച്ചിടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവിടെയുള്ള സിമ്പലുകളിലൂടെ നമ്മുടെ ജാക്സൺ അങ്ങനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും അതിലൊരു സിമ്പൽ ഒരു കല്ല് കൊത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഇവർക്ക് ആ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യാനുള്ള ഓരോ സിമ്പലുകൾ. അങ്ങനെ 6 സിമ്പലുകൾ കിട്ടി. ഇതിൽ 7ാമത്തെ സിമ്പൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സിമ്പലാണെങ്കിൽ തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സിമ്പൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാനും കഴിയത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്നും പറഞ്ഞ് നമ്മുടെ കേണലാണെങ്കിലും അവിടെയുള്ള എല്ലാവരെയും വിളിച്ച് തിരിച്ച് ആ ഒരു വലിയ പിരമിഡ് ഉണ്ടല്ലോ അവിടേക്ക് തന്നെ ഇങ്ങനെ പോവാണ്. പോയി നോക്കുമ്പോഴത്തേക്കാണ് അവിടെ വലിയൊരു ഷിപ്പ് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇത് കാണുന്നതും എല്ലാവരും പേടിച്ചിട്ട് ഓടി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആരെയും കാണാനില്ല. അതേസമയം സക്കാറ എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവരാണെങ്കിൽ അവന്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചിട്ട് നേരെ ഈ ഒരു പിരമിഡിനകത്തേക്ക് വന്ന് ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അതേസമയം ഉള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഏലിയൻ ഉണ്ടല്ലോ അതിപ്പോ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് കണ്ട ആ ഒരു പിള്ളേര് അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങും. അതേസമയം ഇവിടെ നമ്മുടെ കേണലിന് ഇപ്പോൾ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ കേണല് ഇതിനു മുന്നേ ഇതിനകത്തേക്ക് ഒരു ബോംബ് കൊണ്ടുവച്ചല്ലോ, ആ ഒരു ബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു ബോംബാണെങ്കിൽ അവിടെ കാണാനില്ല. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും മറ്റൊരു ഏലിയൻ ഇവിടേക്ക് വന്നിട്ട് ഇവരെ രണ്ടുപേരെയും വിളിച്ച് അടുത്തൊരു ഏലിയന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. കാണിക്കുമ്പോൾ ആ ഒരു ഏലിയനാണ് ഇവിടേക്ക് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവരെയും ഇതേപോലെ അടിമകളാക്കി വെച്ചിട്ടുള്ളത്. അതുമല്ലാതെ നമ്മുടെ കേണലിന്റെ ആ ഒരു ബോംബുണ്ടല്ലോ ആ ഒരു ബോംബ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഏലിയൻ ആയിരുന്നു. അങ്ങനെ ഇവിടെയുള്ള എല്ലാവരും ഏലിയൻ ആണോ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും അല്ല. അവരുടെ ഹെൽമെറ്റ് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കാണ് അതിലെല്ലാവരും മനുഷ്യരാണ്. അതുമല്ലാതെ ആ ഒരു പ്രധാന ഏലിയൻ ഉണ്ടല്ലോ അതിനെ കാണിക്കുമ്പോഴത്തേക്കും അത് അതിന്റെ ഹെൽമെറ്റ് മാറ്റുന്ന സമയത്താണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ പയ്യനെ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നല്ലോ. ആ ഒരു പയ്യന്റെ ശരീരത്താണ് ഇപ്പോൾ ആ ഒരു ഏലിയൻ ജീവിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മുടെ കേണൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ തന്റെ കയ്യിലുള്ള ആ ഒരു ആയുധം എടുത്ത് ആ ഒരു ഏലിയൻ അറ്റാക്ക് ചെയ്യുന്നതും പകരത്തിന് ആ ഒരു ഏലിയൻ നമ്മുടെ കേണലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ
അത് വന്ന് കൊള്ളുന്നത് നമ്മുടെ ജാക്സന്റെ ദേഹത്തേക്ക്. ജാക്സൺ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേണലിനെ എടുത്ത് ഒരു വലിയ കുഴിയിലേക്ക് ഇടുകയാണ്. കേണലിന് നേരെ വന്ന് വീഴുമ്പോഴത്തേക്കും വെള്ളത്തിലേക്കാണ് വീഴുന്നത്. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കേണലിന്റെ കൂടെ വന്ന ബാക്കിയുള്ള എല്ലാ സോൾജേഴ്സും അവരാരും മരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു ഏലിയൻ ഷിപ്പിൽ നിന്ന് 2 ഡ്രോണുകൾ നേരെ അവർ നഗരത്തെ നോക്കി പോയിട്ട് അവിടെയുള്ള എല്ലാവരെയും പോയി അറ്റാക്ക് ചെയ്യാണ്. ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. അതിൽ ഒരുപാട് പേർക്ക് നല്ല പരിക്കും സംഭവിക്കുന്നുണ്ട്. വേറെ ഒന്നും കണ്ടല്ല, ഇവരെല്ലാവരെ സഹായിച്ചത് കൊണ്ടാണ് ഈ ഒരു നഗരത്തിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഏലിയൻസ് ചെയ്തത്. അപ്പൊ ആ ഒരു രാജാവിന് നല്ല വിഷമമുണ്ട് തന്റെ ജനങ്ങളെല്ലാം മരിക്കാൻ കാരണം അവർക്കറിയാത്ത ഒരാളെ സഹായിച്ചത് കൊണ്ടാണെന്ന്. അതേസമയം തന്നെ ആ സ്ഥലത്ത് സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ, അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ജാക്സനെ ആലോചിച്ചിട്ടാണ് വിഷമിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇതിനിടയിൽ ഇവർ രണ്ടുപേരും തമ്മിലൊരു പ്രണയം. നമ്മുടെ ജാക്സനെ തിരിച്ചുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷെ ഈ ഒരു പെണ്ണിന് ജാക്സനോട് നല്ല ഇഷ്ടമുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ ആ ഒരു ഏലിയൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ജാക്സനെ ആ ഒരു ഡിവൈസിലേക്ക് കിടത്തി അവനെ വീണ്ടും ജീവനോടെ കൊണ്ടുവരാണ്. അപ്പോഴേക്കാണ് റാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏലിയൻ ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട രാജാവ്, ആ ഒരു ഏലിയൻ ഇപ്പോൾ വലിയൊരു പ്ലാൻ വെച്ചേക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കേണലിന്റെ കയ്യിൽ നിന്ന് എടുത്ത ആ ഒരു അറ്റോമിക് ബോംബ് ഉണ്ടല്ലോ, ആ ഒരു ബോംബ് ഇവർ വന്ന് നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ അയച്ചു വിട്ടിട്ട് ഭൂമിയിലുള്ള എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏലിയൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിനു മുന്നേ ഒരു ഏലിയനാണ് ഇവിടെയുള്ള ആ ഒരു ദൈവം, അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെ രാജാവ് എന്നിവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജാക്സൺ എന്താ ചെയ്യേണ്ടത്, ജാക്സന്റെ കൂടെയുള്ള എല്ലാവരെയും അവൻ തന്നെ കൊല്ലണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെയുള്ള ജനങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു അറിയിപ്പ് ഇങ്ങനെ വിടുന്നതും ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട നമ്മുടെ സക്കാർ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനും സാറ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും അവർ രണ്ടുപേരും ഈ ഒരു കാര്യം കേട്ട് ഇനിയും ഈ ഒരു ഏലിയനെ ഇവിടെ നിർത്താൻ പാടില്ല, നമ്മൾ ഒരിക്കലും ആ ഒരു ഏലിയനെ അടിമകളായിട്ട് ഇരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവരും എന്തോ ഒരു കാര്യം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ അവിടെയുള്ള എല്ലാ ജനങ്ങളും ഇതിന് മുന്നിലേക്ക് വന്ന് നിൽക്കാണ്. നമ്മുടെ ജാക്സന്റെ കയ്യിലാണെങ്കിൽ ഒരു വലിയ ആയുധം കൊടുത്ത് ജാക്സന്റെ കൂടെ വന്ന് നമ്മുടെ കേണലി ബാക്കിയുള്ള എല്ലാവരെയും കൊല്ലാനായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ജാക്സൺ ആണെങ്കിലും പതിയെ ആ ഒരു ആയുധം കൊണ്ട് നടക്കുന്ന സമയത്താണ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കൂട്ടത്തിൽ നിന്ന് നമ്മുടെ സക്കാറ നമ്മുടെ കേണലിന്റെ ലൈറ്റർ അതിങ്ങനെ വെച്ചിട്ട് ആ ഒരു വെളിച്ചം തട്ടിച്ച് ഇങ്ങനെ സിഗ്നൽ കൊടുക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കേണലിലും എല്ലാവരും ഉപയോഗിച്ചിരുന്ന ആ ഒരു തോക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇവരെല്ലാവരും എടുത്തുകൊണ്ട് വന്നിരുന്നു. ഇത് നമ്മുടെ ജാക്സനെ മനസ്സിലാവുന്നത് ജാക്സൺ പെട്ടെന്ന് തിരിഞ്ഞ് ആ ഒരു ആയുധം വെച്ചിട്ട് ആ ഒരു ഏലിയനെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. അതേസമയം ഇവരെല്ലാവരും ആ ഒരു കൂട്ടത്തിൽ നിന്ന് തോക്കെടുത്ത് ഫയർ ചെയ്യാൻ തുടങ്ങുന്നതും അവിടെയുള്ള എല്ലാവരും പേടിച്ച് പല വഴിക്കിനെ ഓടാൻ തുടങ്ങുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ പിള്ളേരും പല വഴിക്കായിട്ട് ഇങ്ങനെ ഓടി രക്ഷപ്പെടാണ്. നമ്മുടെ ജാക്സൺ ആണെങ്കിലോ ഓടി പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു മണൽക്കാറ്റ് അതങ്ങനെ വീശുമ്പോൾ ജാക്സന് നടക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും സക്കാറിയ അവന്റെ ഫ്രണ്ട്സും നമ്മുടെ ജാക്സനെ വിളിച്ച അടുത്തുള്ള വലിയൊരു ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ജാക്സൺ കേണലിനോട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ എന്തിനാ ആ ഒരു ബോംബ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ കേണല് അടുത്തൊരു കാര്യം പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇവർ ആ ഒരു പോർട്ടൽ വഴി മറ്റൊരു ലോകത്തേക്കാണല്ലോ വന്നത്. ഒരുപക്ഷെ ഇവിടെയുള്ള എന്തെങ്കിലും ഒരു കാര്യം വെച്ച് ഇവരുടെ ലോകത്തിന് എന്തെങ്കിലും ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്ന ഇവരെ ആളുകളെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ആ ഒരു കേണല് മാത്രം ആ ഒരു പോർട്ടൽ മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബോംബ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കേണലിന് എന്തായാലും തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. കേണലിന്റെ മകൻ ആൾറെഡി മരിച്ചതുകൊണ്ട് ആ ഒരു ഡിപ്രഷനിലാണ് കേണൽ ജീവിക്കുന്നത്. അതേസമയം ആ ഒരു ഏലിയൻ ഷിപ്പിൽ കാണിക്കുമ്പോൾ ഈ ഒരു ഏലിയൻ അത്രയും ദേഷ്യമായി. കാരണം നമ്മുടെ കേണലും ജാക്സനും അവന്റെ ആളുകളെല്ലാം രക്ഷപ്പെട്ടു പോയല്ലോ. ഇത് കാരണം ആ ഒരു ഏലിയന് ദേഷ്യം വന്ന് കയ്യിൽ എന്തോ ഒരു ഡിവൈസ് വെച്ചിട്ട് ആ ഒരു ഏലിയന്റെ ആളുകളെ തന്നെ അത് ഷോക്ക് അടിപ്പിച്ച് ഇങ്ങനെ കൊല്ലാണ്. അതേസമയം ഇവിടെ നമ്മുടെ ജാക്സനെയും സാറയും കാണിക്കുമ്പോൾ ഇത്രയും പ്രശ്നം നടക്കുന്നതിന് ഇടയിൽ ഇവർക്ക് രണ്ടുപേർക്കും റൊമാൻസ്, അങ്ങനെ ആ ഒരു റൊമാൻറ്റിക് സീനെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജാക്സൺ നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ സക്കാർ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ, അവനിപ്പോ കല്ലിൽ എന്തോ ഇങ്ങനെ വരയ്ക്കാണ്. എന്താണ് വരയ്ക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് വിജയിക്കാനുള്ള ആ ഒരു ദിവസം അതിനെ ഇങ്ങനെയാണ് ഇവർ വരച്ച് കാണിക്കുന്നത്. അതുപോലുള്ളൊരു സിമ്പലാണ് ആ ഒരു സിമ്പൽ ഇങ്ങനെ വരയ്ക്കുന്നതും. ഇത് കാണുന്ന നമ്മുടെ ജാക്സന് പെട്ടെന്ന് എന്തോ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നു. എന്താണെന്ന് വെച്ചാല് 7ാമത്തെ ഒരു സിമ്പൽ ഇവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ നേരത്തെ തന്നെ. ആ ഒരു സിമ്പലാണിത്. ആ ഒരു പിരമിഡിനെ ചുറ്റി 3 ചന്ദ്രൻ ഉള്ളതുപോലെ. അതുകൊണ്ട് എന്തായാലും ഇവർക്ക് ആ ഒരു സിമ്പൽ കിട്ടി. ഇനിയിപ്പോ ചെയ്യേണ്ടത് ആ ഒരു സ്റ്റാർ ഗേറ്റിൽ ഇതെല്ലാം റെഡിയാക്കിയിട്ട് രക്ഷപ്പെട്ട് തിരിച്ചു പോകാന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു പിരമിഡിനെ നോക്കി അവിടേക്ക് പോകുമ്പോൾ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഏലിയന്റെ ആളുകൾ ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും അവരെല്ലാവരെയും നല്ലതുപോലെ ഉപദ്രവിച്ചിട്ട് അവരോട് ജോലി ചെയ്യാനായിട്ട് ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ ടീമാണെങ്കിലോ ആ ഒരു ഏലിയന്റെ ആളിനെ അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഇവരവിടെ നിന്ന് പോകുന്നതും ആ ഒരു അധികാരി ഇവരെ നോക്കി പറയുന്നുണ്ട്, അയ്യോ ദൈവത്തിന്റെ ആളുകളെയാണ് നിങ്ങളിപ്പോ കൊന്നത്, നിങ്ങളെ രക്ഷിച്ചതിന് തന്നെ ഞങ്ങൾക്ക് ഇത്രയും വലിയ ശിക്ഷ കിട്ടി, ഇനി ഇതിനെന്ത് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കരയാൻ തുടങ്ങുന്നതും അവർ പോകുന്നതിന് മുന്നേ ചെയ്തു വെച്ചാലേ ആ ഒരു ഹെൽമെറ്റ് ഇട്ടിരിക്കുന്ന അവന്റെ ആ ഒരു ഹെൽമെറ്റ് ഇങ്ങനെ ഊരി മാറ്റുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ അതിനകത്തുള്ളത് ഒരു മനുഷ്യൻ തന്നെയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. ഇവർ ചിന്തിക്കും, ഷടാ ദൈവം എന്ന് വിചാരിച്ചിട്ട് അവരിപ്പോ നമ്മളെ പോലെ തന്നെ ഇരിക്കുന്നെന്നും പറഞ്ഞ് അത്ഭുതത്തോടെ തന്നെ അങ്ങനെ നോക്കാണ്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് അടുത്തത് കാണിക്കുമ്പോൾ ആ ഒരു അറ്റോമിക് ബോംബ് ഉണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും കൂടി ചേർത്താണ് അത് അയക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശക്തിയുള്ളതായിട്ട് അത് മാറത്തുള്ളൂ. അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ജനങ്ങളെല്ലാം അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ
അവരെ പോലെ തന്നെ നമ്മുടെ ആളുകളും അകത്തേക്ക് കയറുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാക്സണും കേണലും നേരെ അകത്തേക്ക് കയറിയിട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഈ ഒരു ഏലിയൻസിന്റെ ആളുകളാണല്ലോ അവർ പെട്ടെന്ന് അവിടെയുള്ള ആ ഒരു ഡോർ അങ്ങ് മൂടുന്നതും ബാക്കിയുള്ള ആർക്കും അകത്തേക്ക് കയറായിട്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ കേണൽ പറയും, ഇനിയും എനിക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല, ഞാൻ എന്തായാലും ഈ ഒരു കാര്യം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോംബ് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് ഈ ഒരു സ്റ്റാർ ഗേറ്റ് തകർത്ത് ഈ ഒരു ഏലിയനെ ഇവരുടെ ലോകത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ കേണലാണെങ്കിലും ആ ഒരു ബോംബ് ഓണാക്കി വിടുന്നതും ഇനിയിപ്പോൾ ഒരു 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഇവരുടെ ആളുകൾ എല്ലാവരും ഈ ഒരു സ്റ്റാർ ഗേറ്റ് വഴി അപ്പുറത്തേക്ക് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ കിടന്ന് മരിക്കും. അങ്ങനെ ഇവരത് സംസാരിച്ചിട്ട് നിൽക്കുന്ന അതേ സമയം പെട്ടെന്ന് ആ ഒരു ഏലിയൻ പുറകിലൂടെ വന്ന് ഇവരെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനിടയിലേക്ക് സാറ കയറി നിൽക്കുന്നതും അവളുടെ ദേഹത്തേക്ക് അത് കൊണ്ടിട്ട് സാർ അവിടെ വെച്ച് തന്നെ മരിക്കാണ്. ഞാൻ പ്രതീക്ഷിച്ചു സാർ എന്തായാലും ജാക്സനോടൊപ്പം ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്ന്. അതൊരിക്കലും നടന്നില്ല. അപ്പോഴേക്കും നമ്മുടെ കേണലാണെങ്കിലോ ആ ഒരു ഏലിയന്റെ സഹായിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ സാറയെ വെറുതെ വിടാനായിട്ട് കഴിയത്തില്ല, അത്ര ഇഷ്ടമല്ലേ. അതുകൊണ്ട് അവളെയും കൊണ്ട് ഈ ഒരു ഷിപ്പിന്റെ മുകളിലേക്ക് വരാണ്. അവിടെയാണെങ്കിൽ ഒരു ലിഫ്റ്റ് പോലെ ഉണ്ട്, അതുവഴി നേരെ മുകളിലേക്ക് വന്നിട്ട് ഈ മരിച്ചവരെല്ലാം ജീവനോടെ കൊണ്ടുവരുന്ന ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ അതിലേക്ക് സാറയെ കൊണ്ട് കിടത്തി അവളെ വീണ്ടും ജീവനോട് തിരിച്ചു കൊണ്ടുവരാണ്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടക്കാൻ പോവാണ്. അങ്ങനെ അവളെ കൊണ്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് ആ ഒരു ഏലിയൻ വന്ന് അതിന്റെ കയ്യിലാണെങ്കിൽ ഒരു ഡിവൈസ് ഉണ്ടല്ലോ അത് വെച്ച് നമ്മുടെ ജാക്സന്റെ തലയിലേക്ക് വെച്ചിട്ട് അവനെ പതിയെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇവിടെ താഴെ കാണിക്കുമ്പോൾ നമ്മുടെ കേണലിനോട് മറ്റൊരു ഏലിയന്റെ സഹായി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കേണൽ ശ്രദ്ധിക്കുന്നത് ആ ഒരു സഹായിയുടെ കയ്യിലാണ് ലിഫ്റ്റ് പ്രവർത്തിക്കുന്ന ഒരു സ്വിച്ച് ഉള്ളത്. അത് പിടിച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതും പെട്ടെന്ന് ആ ഒരു ലിഫ്റ്റ് നേരെ താഴേക്ക് വരുമ്പോൾ ആ ഒരു സഹായിനെ പിടിച്ച് അതിന്റെ ഇടയിലേക്ക് കിടത്തുന്നതും അവന്റെ ദേഹത്തേക്ക് ആ ഒരു ലിഫ്റ്റ് ഇറങ്ങി അവൻ അവിടെ വെച്ച് പിന്നെ മരിക്കുന്നു. എന്നിട്ട് ആ ഒരു ലിഫ്റ്റ് വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏലിയൻ പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ജാക്സൺ പെട്ടെന്ന് ഏലിയനെ ചവിട്ടി താഴെ കേട്ട് നമ്മുടെ സാറേനെയും പിടിച്ച് ആ ഒരു ലിഫ്റ്റ് വഴി നേരെ താഴേക്ക് വരും. അങ്ങനെ ഇവർ താഴേക്ക് വരുന്ന ആ ഒരു സമയത്ത് തന്നെ സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണി പതിയെ ജീവൻ തിരിച്ച് വന്നിട്ട് അവൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ആ ഒരു ബോംബിന്റെ ടൈം ആണെങ്കിലും കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ഇനിയും കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ആളുകൾ എല്ലാവരും മരിക്കും. അതുകൊണ്ട് എന്തായാലും ആ ഒരു ബോംബ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കേണൽ ചെന്നിട്ട് അത് ഓഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഓഫ് ആവുന്നില്ല. കാരണം ഈ ഏലിയൻ അതിന്റെ സിസ്റ്റം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും ഇവിടെയുള്ള സാധാരണ മനുഷ്യരെല്ലാം ഈ ഏലിയന്റെ സഹായികളുണ്ടല്ലോ അവരെല്ലാവരെയും ചുറ്റിവളയാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇവരെല്ലാവരും ഏലിയൻ അല്ല, ഇതെല്ലാം സാധാരണ മനുഷ്യരാണെന്ന്. അപ്പൊ ഈ ഒരു ഏലിയൻസിന്റെ ആളുകളെല്ലാം കൊല്ലുന്നത് കാണുമ്പോൾ നമ്മുടെ ഏലിയൻ ആണെന്നെ നല്ലതുപോലെ പേടിയാവുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്നെ കൊല്ലും, അതുകൊണ്ട് തിരിച്ച് എന്റെ സ്ഥലത്തേക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏലിയൻ അതിന്റെ ഷിപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കും കേണലിനും മറ്റൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മരിച്ചിടക്കുന്ന ആ ഒരു സഹായിയുടെ കയ്യിലാണല്ലോ ഈ ലിഫ്റ്റ് പ്രവർത്തിക്കുന്ന ആ ഒരു സംഭവം ഉള്ളത്. അതിന് നടുവിലേക്ക് ഈ ഒരു ബോംബ് വെച്ചിട്ട് അത് നേരെ ആ ഒരു ഏലിയൻ ഷിപ്പിനുള്ളിലേക്ക് കയറ്റി വിടുന്നതും മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു ഷിപ്പ് പൊട്ടിത്തെറിച്ച് അതിനോടൊപ്പം തന്നെ ഇല്ലാതാവുകയാണ്. അങ്ങനെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും രക്ഷിച്ചതുകൊണ്ട് നമ്മുടെ ആളുകളോട് അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അത്രയും ബഹുമാനം. അതുകൊണ്ട് ഇവരുടെ ഭാഗത്ത് നിന്നും അവർ പഠിച്ചൊരു കാര്യമുണ്ട്, സല്യൂട്ട് അടിക്കുന്നത്. അതങ്ങനെ ഇവരെ നോക്കി നല്ലതുപോലൊരു സല്യൂട്ട് അവരെല്ലാവരും ഇങ്ങനെ കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്സൺ ആ ഒരു 7 സിംബൽ ഉപയോഗിച്ച് ആ ഒരു സ്റ്റാർ ഗേറ്റ് അങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. പക്ഷേ ജാക്സൺ എന്തായാലും ഇവിടെ നിന്ന് പോകത്തില്ല. കാരണം ജാക്സൺ ഇവിടെ ഒരു കാമുകി ആയിട്ടുണ്ട്. ഇനി എന്തിനാ അവിടെ പോകുന്നത്, കുട്ടികളായിട്ട് ഇവിടെ ജീവിച്ചാൽ പോരെ. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കേണലും ടീമും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരികയാണ്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.